ലോകത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള പെൺകുട്ടികളെ വളച്ച് വരുതിയിലാക്കി തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിക്കുക എന്നതാണ് ഇയാളുടെ പ്രധാന ഹോബി. ആരാണ് ഇയാളെന്നല്ലേ? മുഹമ്മദ് നിഷാൽ എന്നാണ് ഈ നീചൻ്റെ പേര്. ഒരു യൂട്യൂബറാണ് ഇതെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇയാളുടെ യൂട്യൂബും ഇയാളുടെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മാത്രമല്ല പെൺകുട്ടികൾക്കും ഇത്തരം പാട്ടുകളൊക്കെ പാടിക്കൊടുക്കും. വെള്ളം കിട്ടാത്ത ഒരാൾ പാടുന്നത് പോലെയുണ്ട്. ഇവൻ്റെ ഈ കോമാളിത്തരത്തിനൊക്കെ ആരാണാവോ ഇങ്ങനെയൊക്കെ വീഴുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവന് ഏത് പെണ്ണിനെ കിട്ടിയാലും കുഴപ്പമില്ല. പ്രായപൂർത്തിയാവാത്തവരാണെങ്കിലും വിവാഹം കഴിച്ചവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും ഡിവോഴ്സി ആണെങ്കിലും വൃദ്ധയാണെങ്കിൽ പോലും പ്രശ്നമില്ല, പെണ്ണായാൽ മതി. പെണ്ണുങ്ങളെ കണ്ടാൽ ഇവൻ്റെ നരമ്പ് മുറുകും. ഒരു നരമ്പ് രോഗിയാണ്. മാത്രവുമല്ല ഒരു സൈക്കോ കൂടിയാണ്. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന് പെണ്ണുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ അതിന് വിവാഹം കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതുപോലെ വ്യത്യസ്തരായ പെൺകുട്ടികളായിരിക്കണം. ആദ്യം പെൺകുട്ടികളുമായിട്ട് പരിചയപ്പെടും. പിന്നെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് ഓഡിയോ കോൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ വീഡിയോ കോൾ ആവും. അതും കഴിഞ്ഞ് പല മോഹന വാഗ്ദാനങ്ങളും കഴിഞ്ഞ് അവർ തൻ്റെ വഴിയിലെത്തിയെന്ന് തോന്നിയാൽ നഗ്ന വീഡിയോകളൊക്കെ അയച്ചു കൊടുക്കും. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നുള്ളൂ. നിന്നോട് എനിക്ക് അത്രക്കിഷ്ടമാണ്. നിന്നെ ഇങ്ങനെയൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള പഞ്ചസാര കുത്തിക്കലിക്കുള്ള വാക്കുകളായിരിക്കും ഇവൻ്റേത്. അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഔട്ടിങ്ങിനായിട്ട് വിളിക്കും. എന്നിട്ട് പെൺകുട്ടിയെ തഞ്ചത്തിൽ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകും. ഹോട്ടൽ റൂമിലെ എല്ലാ സൈഡിലും HD ടൈപ്പ് ക്യാമറ ഘടിപ്പിച്ചിരിക്കും. എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോയും വീഡിയോയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ തുടങ്ങും. അവരുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും വെച്ചിട്ടായിരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. തൻ്റെ ഇംഗിതത്തിന് കൂടുതൽ വഴങ്ങിയിട്ടില്ലെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടത്തി തന്നിട്ടില്ലെങ്കിൽ ഇത് പുറത്തുവിടും, സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും എന്നൊക്കെയായിരുന്നു ഭീഷണി. പെൺകുട്ടികളുടെ കയ്യിലെ മാലയും വളയും പൈസയും ഒക്കെ തട്ടും. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു ഈ നാറി. ഇവനൊരു സൈക്കോ ആണ്. ഇവൻ്റെ സംസാരം കേട്ടാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവൻ വലിയ രീതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. തിന്നാൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് എന്ന്. നോക്കണം കേട്ടോ. ആഴൊക്കെ നല്ല തീറ്റ കൊടുത്തതിന്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് കേട്ടല്ലോ? ഇത് കേട്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇവനൊരു സൈക്കോ ആണെന്ന്. ഇവനൊക്കെ വളയ്ക്കുമ്പോൾ കൂടെ പോകുന്ന പെൺകുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക്. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇന്നത്തെ പെൺകുട്ടികളെ ഓർത്തിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ, അനവധി തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും നോക്കാതെ ഇങ്ങനെയുള്ളവരുടെ വലയിൽ നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് ലജ്ജ തോന്നുന്നു. നിങ്ങളെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ വേണ്ടാത്ത, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒന്നിനും പ്രേരിപ്പിക്കില്ല. അയാളുടെ സ്നേഹം സിൻസിയർ ആയിരിക്കും. അങ്ങനെയുള്ളവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയും നിങ്ങളെ സ്നേഹവും മാത്രമായിരിക്കും. അയാൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ കാണിക്കുക സ്നേഹവും കെയറിങ്ങുമായിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അയാൾ ക്ഷണിക്കില്ല. ഇന്നത്തെ കാലത്ത് നമ്മളെ സ്നേഹിക്കുന്നവരാരാണ്, വഞ്ചിക്കുന്നവരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇത്തരം ചതിയന്മാർ വളരെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇതിനൊക്കെ ഇറങ്ങുന്നത്. നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങനത്തെ സ്ഥലത്തെത്തിക്കാൻ ഇവർ മിടുക്കരായിരിക്കും. നമ്മളെ മനസ്സ് തന്നെ ഇവർ കൈക്കലാക്കും. പിന്നെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഇത്തരക്കാരായിരിക്കും. ഇങ്ങനെയുള്ളവരുടെ വലയിൽ ചെന്നുപെടാതിരിക്കാൻ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തണം. ഇത്തരക്കാർ എപ്പോഴും നിങ്ങളുടെ മുമ്പിലെത്താം. നഗ്ന വീഡിയോകളും ഫോട്ടോകളും ചോദിക്കുമ്പോൾ, റൂമിലേക്ക് വിളിക്കുമ്പോൾ, ഹോട്ടലിലേക്ക് വിളിക്കുമ്പോൾ നോ പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നോ പറയുമ്പോൾ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധം പിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബന്ധത്തിനോട് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ സത്യസന്ധനല്ല എന്ന്. ഇയാൾക്ക് ആവശ്യം നിങ്ങളുടെ ശരീരമാണ്. ചെയ്താൽ അത് കുളിച്ചാ പോകുന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ?
ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. ഇങ്ങനെയൊക്കെ ഒരു ലൈവിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവൻ്റെ നാട്ടിൽ ആണുങ്ങളില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വൃത്തികെട്ട മൃഗത്തിനേക്കാൾ മോശമായി ചിന്തിക്കുന്ന ഈ മനുഷ്യനൊന്നും ഭൂമിക്ക് തന്നെ ആവശ്യമില്ല. ഇവൻ്റെ കയ്യിൽ ഈ ചുറ്റികണ്ടല്ലോ, ഈ സ്ത്രീകൾ തന്നെ അടിച്ചു പൊട്ടിക്കണം. ഇവനെ മലപ്പുറത്തുകാരനാണ്. താമരശ്ശേരി ഭാഗങ്ങളിലാണ് ഹോട്ടലൊക്കെ എടുത്ത് പെൺകുട്ടികളെ എത്തിക്കുന്നത്. പിന്നെ ഇവന് യൂട്യൂബിലൂടെ ഒരു ചാരിറ്റി പരിപാടിയുണ്ട്. ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലോ. ചാരിറ്റി പറഞ്ഞു ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ പണം കിട്ടും. അങ്ങനെ പണം കൊടുക്കാൻ ഇഷ്ടം പോലെ പേർ നമ്മളെ കേരളത്തിൽ ഉണ്ടല്ലോ. അങ്ങനെ ഈ പുന്നാരമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിൻ്റെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറുമാണ് കൊടുത്തത്. അങ്ങനെ ഇവൻ പ്രലോഭിപ്പിച്ച് വളച്ച് നശിപ്പിച്ച പെൺകുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ ഈ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങി. അതിലെ 4 പേരാണ് ഇയാളെ കുടുക്കിയത്. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇയാളുടെ ഫോണിൽ പല പല ദൃശ്യങ്ങളും കാണുന്നത്. അത് കണ്ട് പോലീസ് വരെ ഞെട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിരവധി സ്ത്രീകളാണ് ഇയാൾക്കെതിരെ പരാതിയുമായിട്ട് എത്തുന്നത്. ഈ വീഡിയോ ആദ്യമായി ചെയ്യുന്നത് ഖാദർ കരിപ്പൊടിയാണ്. അദ്ദേഹത്തിന്റെ ഫോണിനിപ്പോൾ റെസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. നിരവധി പെൺകുട്ടികളാണ് ഇയാളെപ്പറ്റി പരാതിയുമായിട്ട് ഖാദർ കരിപ്പൊടിയെ വിളിക്കുന്നത്. വീട്ടിൽ പറയാൻ പറ്റുന്ന പ്രശ്നമാണോ ഇത്? ഇയാൾ വളയ്ക്കുമ്പോൾ മാത്രം വീയാൻ ഇത്ര പെൺകുട്ടികൾ എവിടുന്നാണ്? കാമദേവൻ എങ്ങാനുമാണ് ഇയാൾ? കണ്ടിട്ട് തോന്നുന്നുണ്ട്. സീൻ പിടിക്കാനല്ല, സീൻ പിടിക്കാൻ അതൊരു കാമുകന്റെ അവകാശമാണ്. അത് തള്ളി ഒന്നുകൂടി കേൾക്കാം. നിങ്ങൾക്ക് സീൻ പിടിക്കാനല്ല, സീൻ പിടിക്കാൻ അതൊരു കാമുകന്റെ അവകാശമാണ്. അത് തള്ളി ഇവൻ ദുരുപയോഗം ചെയ്ത ഇവന്റെ കെണിയിൽ വീണ് പോയ സ്ത്രീകൾ ഇവന്റെ ലൈവിൽ വന്നിട്ട് നഗ്ന ചിത്രങ്ങൾ നിന്റെ കൈവശം വെച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കാമുകന്റെ അവകാശമാണെന്നാണ് ഇവൻ പറയുന്നത്. ഒരു കാമുകന്റെ അവകാശമാണ് പോലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പിടിക്കുക എന്നുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവന്റെ വലയിൽ സുഖത്തിന് വേണ്ടി പോയ പെണ്ണുങ്ങളുണ്ട്, അവരുടെ കൂടെ ഞാൻ നിൽക്കില്ല. മറിച്ച് ഇതിൽ കൃത്യമായി പഠിച്ച് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ ലൈവിൽ വന്ന് പറഞ്ഞ വാക്കുകളാണിത്. ഇത്തരം സംസ്കാരവും ഉളുപ്പുമില്ലാത്ത ഇവനെ സ്നേഹിച്ച പെൺകുട്ടികളെ സമ്മതിക്കണം. ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴാതിരിക്കുക. വീണു കഴിഞ്ഞിട്ട് ചതിക്കപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ ഇവന്റെ വലയിലുണ്ടെന്നാണ് പറയുന്നത്. ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അവർക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവർ എന്താണ് ഇതിലൂടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അല്ലെങ്കിൽ ഇത്തരം നരഭോജികൾ മൃഗങ്ങൾ നിങ്ങളെ മക്കളെ ആക്രമിക്കും.